സ്റ്റാലിൻ സർക്കാരുമായി ഉടക്കിലായിരുന്ന ഗവർണർ ആർ.എൻ. രവി കഴിഞ്ഞ 2 വർഷവും സാങ്കേതികമായി നയപ്രഖ്യാപന പ്രസംഗം വായിച്ചുവെന്നെങ്കിലും വരുത്തിയെങ്കിൽ ഇത്തവണ അതിന് പോലും മുതിരാതെ തമിഴ്നാട് നിയമസഭാ മന്ദിരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. രാവിലെ അദ്ദേഹം ഇവിടെ എത്തി, സ്പീക്കർ സ്വീകരിച്ചു. പിന്നാലെ നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. തമിഴ്നാട്ടിലെ പതിവനുസരിച്ച് തമിഴ് തായ്വാഴ്ത്ത് സംസ്ഥാന ഗാനമാണ് ആദ്യം ആലപിച്ചത്. അതിനുശേഷം ഗവർണർ പറയുന്നത് അദ്ദേഹം ദേശീയ ഗാനം ആലപിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും സ്പീക്കറോടും ആവശ്യപ്പെട്ടു. എന്നാൽ രണ്ടുപേരും അതിന് വഴങ്ങിയില്ല. അതിനാൽ ഭരണഘടനയും ദേശീയ ഗാനത്തെയും അവഹേളിക്കുന്ന ഒരു സ്ഥലത്ത് തനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗവർണർ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 3 മിനിറ്റിൽ താഴെ മാത്രമാണ് അദ്ദേഹം സഭയിൽ ഉണ്ടായിരുന്നത്. ഗവർണർ ഈ ഗേറ്റിലൂടെ വളരെ വേഗം അദ്ദേഹത്തിന്റെ വാഹനം പുറത്തേക്ക് പോവുകയും ചെയ്തു. തൊട്ടു പിന്നാലെ സ്പീക്കർ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തമിഴ് പരിഭാഷ വായിക്കാനും തുടങ്ങി. ഇതിനിടയിൽ അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട വിഷയമുയർത്തി സാർ ആരാണ് എന്ന ചോദ്യവുമായി അണ്ണാ DMK അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയും മുൻ മുഖ്യമന്ത്രിയായ പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. എന്തായാലും സാങ്കേതികമായി ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ നിയമ പോരാട്ടങ്ങൾക്ക് കൂടി സ്റ്റാലിൻ സർക്കാരിനെ നയിക്കുന്നതിന് കാരണമായേക്കും. തമിഴ്നാട് നിയമസഭാ മന്ദിരത്തിൽ നിന്ന് വൈഷ്ണവ് കൃഷ്ണനൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.